നമസ്കാരം. രാജ്യം ഉറ്റുനോക്കിയ കേസിൽ വിധി വന്നിരിക്കുകയാണ്. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപ് കുറ്റവിമുക്തനായിരിക്കുന്നു. ദിലീപിനെതിരെ പ്രോസിക്യൂഷന് ഗൂഢാലോചന തെളിയിക്കാൻ കഴിഞ്ഞില്ല എന്ന് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി ഹണി എം വർഗീസ് വിധിച്ചു. കേസിലെ ഒന്നാം പ്രതി പൾസർ സുനി ഉൾപ്പെടെ 6 പേരാണ് കുറ്റക്കാർ. ഇവർക്കെതിരെ കൂട്ടബലാത്സംഗം, ഗൂഢാലോചന എന്നിവ തെളിഞ്ഞു. ദിലീപിന് പുറമെ 7, 9, 15 എന്നീ പ്രതികളെ ഒഴിവാക്കി. മഞ്ജു വാര്യർക്കും പോലീസിനുമെതിരെയായിരുന്നു കുറ്റവിമുക്തനാക്കിയ ശേഷമുള്ള ദിലീപിന്റെ ആദ്യ പ്രതികരണം. ക്രിമിനൽ ഗൂഢാലോചന ഉണ്ടെന്ന് മഞ്ജു പറഞ്ഞിടത്ത് നിന്നാണ് തനിക്കെതിരെ നീക്കം ആരംഭിച്ചത്. അന്നത്തെ പോലീസ് മേലുദ്യോഗസ്ഥയും അവർ തെരഞ്ഞെടുത്ത ക്രിമിനൽ പോലീസും മുഖ്യപ്രതിയെ കൂട്ടുപിടിച്ച് കള്ളക്കഥയുണ്ടാക്കി. അതിനായി മാധ്യമങ്ങളെയും കൂട്ടുപിടിച്ചു എന്നാണ് ദിലീപ് പറഞ്ഞത്. എന്നാൽ കോടതിയിൽ കള്ളക്കഥ പൊളിഞ്ഞതായും ദിലീപ് പ്രതികരിച്ചു. ക്രിമിനൽ ഗൂഢാലോചന ഉണ്ട്, ആ ക്രിമിനൽ ഗൂഢാലോചന നിർത്തണമെന്ന് മഞ്ജു പറഞ്ഞിടത്തുനിന്നാണ് എനിക്കെതിരെയുള്ള ഗൂഢാലോചന ആരംഭിച്ചത്. അതിന് അന്നത്തെ ഉയർന്ന ഒരു മേലുദ്യോഗസ്ഥയും അവര് തെരഞ്ഞെടുത്ത ഒരു സംഘം ക്രിമിനൽ പോലീസുകാരും ചേർന്ന് ആണ് ഇങ്ങനൊരു നടപടി ഉണ്ടാക്കിയത്. അതിനായിട്ട് ഈ കേസില് മുഖ്യപ്രതിയെ കൂട്ടുപിടിച്ച് അയാളുടെ ജയിലിൽ ഉണ്ടായിരുന്ന കൂട്ടുപ്രതികളെയും കൂട്ടുപിടിച്ചിട്ട് ഈ പോലീസ് സംഘം ഒരു കള്ളക്കഥ മെനഞ്ഞെടുക്കുകയാണ് ചെയ്തത്. യഥാർത്ഥ ഗൂഢാലോചന എന്ന് പറയുന്നത് എന്നെ പ്രതിയാക്കാനാണ്. സമൂഹത്തില് എന്റെ കരിയർ, എന്റെ ഇമേജ്, എന്റെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണ്. പക്ഷേ ഞാൻ പറഞ്ഞോട്ടെ, നിങ്ങൾ 9 വർഷം പറഞ്ഞല്ല കേട്ടോ, ഞാനൊന്ന് 1 പ്രാവശ്യം ഒന്ന് താഴ്ത്തി പിടിക്കും മൈക്ക്. ഇന്ന് എനിക്ക് എന്റെ കൂടെ നിന്ന എല്ലാ കുടുംബാംഗങ്ങളോടും, എന്റെ സുഹൃത്തുക്കളും അവരുടെ കുടുംബങ്ങളോടും, അതുപോലെ എനിക്ക് വേണ്ടി കാണാത്ത കേൾക്കാത്ത ആളുകൾ ഒരുപാട് പേര്, കോടിക്കണക്കിന് ആൾക്കാരെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അവരോടൊക്കെ ഞാൻ ആത്മാർത്ഥമായിട്ടുള്ള നന്ദി പറയുകയാണ്. അതുപോലെ ഈ 9 വർഷത്തോളം എനിക്ക് വേണ്ടി അഹോരാത്രം എനിക്ക് വേണ്ടി അത് ആത്മാർത്ഥമായിട്ട് ഡിഫെൻഡ് ചെയ്ത എന്റെ പ്രിയപ്പെട്ട ലോയേഴ്സ്, അതില് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, രാമപിള്ള സാർ, അദ്ദേഹത്തിന് ഞാൻ എന്റെ ജീവിതം കടപ്പാട് ആത്മാർത്ഥമായിട്ടുള്ള നന്ദി പറയുകയാണ്. അതുപോലെ അദ്ദേഹത്തിന്റെ കൂടെയുള്ള സുജേഷ് മേനോൻ, പിന്നെ എന്റെ കോളേജ് മേറ്റ്, എന്റെ സീനിയർ ആയിരുന്ന ഫിലിപ്പ് ടി വർഗീസ്, അദ്ദേഹത്തിന്റെ അസോസിയേറ്റ്സ് ശുഭ, നിത്യ തുടങ്ങിയ മറ്റുള്ള ജൂനിയേഴ്സ്, അതുപോലെ സുപ്രീം കോടതിയിലെ മോൾ റോത്തഗി സർ, രഞ്ജിത റോത്തഗി, പ്രഖ്യാമം, വംശി തുടങ്ങിയ മറ്റുള്ള ലോയേഴ്സ്, എല്ലാവരോടും ഞാൻ ആത്മാർത്ഥമായിട്ടുള്ള നന്ദി പറയുന്നു. അതുപോലെ എന്നെ സപ്പോർട്ട് ചെയ്ത് ഈ 9 വർഷക്കാലത്തോളം ജീവിപ്പിച്ച, എന്നെ അത്രയും സപ്പോർട്ട് ചെയ്ത ഒരുപാട് ആളുകളുണ്ട്. അവരുടെ പേരെടുത്ത് പറഞ്ഞാൽ തീരില്ല. അവര് വിവിധ മേഖലയിലുള്ള ആളുകളാണ്. അവരോടെല്ലാം ഈ നിമിഷത്തിൽ ഞാൻ ആത്മാർത്ഥമായിട്ടുള്ള നന്ദി പറയുകയാണ്. എല്ലാവരോടും ഒരുപാട് സന്തോഷം. ഗൂഢാലോചനയ്ക്ക് പിന്നിൽ ആരാണ്? ഇതാണ് വിധി കേട്ട ശേഷമുള്ള ദിലീപിന്റെ ആദ്യ പ്രതികരണമാണ് നമ്മൾ കണ്ടത്. ഇതിൽ വലിയ രീതിയിലുള്ള ഗൂഢാലോചന തനിക്കെതിരെയാണ് നടന്നത്. അതിവിടെ കോടതിയിൽ ഇപ്പോൾ പൊളിഞ്ഞിരിക്കുകയാണ് എന്ന് ദിലീപ് പറയുന്നു. ഇപ്പോൾ അതേസമയം വിധിക്കെതിരെ ഹൈക്കോടതിയെ സമീപിക്കാനാണ് പ്രോസിക്യൂഷന്റെ തീരുമാനം. വിധിപ്പകർപ്പ് ലഭിച്ച ശേഷമാകും തുടർ നടപടികൾ എന്നും അറിയുന്നു. 12-ാം തീയതിയാണ് ഈ കേസിലെ ശിക്ഷ വിധിക്കുക. കൂടുതൽ വിവരങ്ങളുമായി ഡാനി പോളും ആജ്ഞ രവീന്ദ്രൻ ചേരുന്നു. ആദ്യം ഡാനിയിലേക്ക്. ഡാനി, ഒരു കോടതിയിൽ നിന്ന് ഒരു കേസിന്റെ വിധി ഉണ്ടാകുമ്പോൾ കുറ്റം ചെയ്ത ആളുകൾക്ക് അതൊരു അല്ലെങ്കിൽ ഇനി ഒരു കുറ്റം ചെയ്യരുത് എന്ന രീതിയിൽ ഒരു പാഠമായിരിക്കേണ്ട ഒരു വിധിയായിരുന്നു നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചത്. ഇപ്പോൾ ദിലീപിനെ വെറുതെ വിട്ടിരിക്കുന്നു. ദിലീപ് അടക്കം 4 പേരെ വെറുതെ വിട്ടിരിക്കുന്നു. മറ്റ് 1 മുതൽ 6 വരെയുള്ള പ്രതികൾ കുറ്റക്കാരാണ് എന്ന കോടതി വിധിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. എന്താണ് വിധിയുടെ വിശദാംശങ്ങൾ? അശ്വതി, ഇതിൽ വിധി പ്രസ്താവം, അതായത് ഇവർ കുറ്റക്കാരെന്ന് കണ്ടിരിക്കുന്നു. ഇനിയുള്ള ഇവർക്കുള്ള ശിക്ഷ വിധിക്കുന്നത് 12-ാം തീയതിയാണെന്നാണ് ഇവിടെ വിചാരണ കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. 12-ാം തീയതി കുറ്റക്കാരെന്ന് കണ്ടെത്തിയവർക്കുള്ള ശിക്ഷ വിധിക്കും. അന്ന് ഈ പ്രതികൾ ഹാജരാകണം. ഇതിൽ നിന്ന് ഒഴിവാക്കിയ 8 മുതലുള്ള പ്രതികൾ, ദിലീപ് അടക്കമുള്ള പ്രതികൾക്ക് ഇത് പൂർണ്ണമായും ഒരു വിടുതലാണ് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നൽകിയിരിക്കുന്നത്. ഇന്ന്
ഹാജരായ പ്രതികളെ 1 മുതൽ 6 വരെയുള്ള ആ പ്രതികളെ അവരെ ഇപ്പോൾ എറണാകുളം ജില്ലാ ജയിലിലേക്കാണ് അവരെ മാറ്റിയിരിക്കുന്നത്. അവർക്ക് നിലവിൽ ജാമ്യം ഉള്ളവരാണ്. പക്ഷേ ഇവർക്ക് ഇപ്പോൾ കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ അവർക്ക് ജാമ്യം റദ്ദ് ചെയ്യപ്പെടും. അതുകൊണ്ട് തന്നെ അവരെ ജില്ലാ ജയിലിലേക്കാണ് ഇപ്പോൾ മാറ്റിയിരിക്കുന്നത്. ഇതിനുശേഷം 12-ാം തീയതി അവരെ ഇവിടെ നിന്ന് ഹാജരാക്കും. ശിക്ഷ വിധിച്ചതിന് ശേഷം എന്താണ് ശിക്ഷ എന്നത് സംബന്ധിയായ കാര്യങ്ങൾ വ്യക്തമായതിനു ശേഷം അവരെ സെൻട്രൽ ജയിലുകളിലേക്ക് കൊണ്ടുപോകും എന്നതാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഏതായാലും വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടിരിക്കുന്ന ഒരു വാർത്ത, ഒരു കേസ് ഇന്ന് അതിന്റെ ഒരു വിധി പ്രസ്താവം വന്നിരിക്കുന്നു എന്നത് തന്നെയാണ്. അതിലെ ഇവരും പ്രതീക്ഷിച്ചിരുന്നത് ദിലീപ് അടക്കമുള്ള പ്രതികൾ അത് കുറ്റക്കാര് എന്ന രീതിയിലേക്ക് ആ രീതിയിലുള്ളൊരു വിലയിരുത്തൽ പൊതുവിൽ ഉണ്ടായിരുന്നുവെങ്കിലും കോടതിയിൽ അത് നിരാകരിക്കപ്പെടുകയാണ് ഉണ്ടായിരുന്നത്. ഇവർക്കെതിരെ 1 മുതൽ 6 വരെയുള്ള പ്രതികൾ മാത്രമാണ് ഈ കേസിലെ ഒരു കുറ്റവാളികൾ എന്നതാണ് കോടതിയുടെ കണ്ടെത്തൽ ഉണ്ടായിരിക്കുന്നത്. ഏതായാലും അവർക്കുള്ള ശിക്ഷയാണ് വിധിക്കുന്നത്. 1 മുതൽ 6 വരെയുള്ള പ്രതികൾ ഈ കൃത്യങ്ങളിൽ നേരിട്ട് പങ്കെടുത്തു എന്നതാണ് അതിൽ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് ഇവർക്കുള്ള ശിക്ഷ 12-ാം തീയതി കോടതി വിധിക്കുകയും ചെയ്യും. ദിലീപിനെതിരെ ശക്തമായ തെളിവുകൾ കണ്ടെത്താനായിട്ട് അതല്ലെങ്കിൽ കോടതിയിൽ സമർപ്പിക്കാനായിട്ട് പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ല എന്നതുകൊണ്ട് തന്നെയാണ് ഈ കേസിൽ നിന്ന് ദിലീപിനെ ഒഴിവാക്കുകയും ചെയ്തത്. ഇതിൽ 1-ാം പ്രതി പൾസർ സുനി കേസിലെ ഏറ്റവും പ്രധാനിയാണ്. പൾസർ സുനിയുമായി പൾസർ സുനിക്ക് ദിലീപ് നൽകിയ കൊട്ടേഷൻ എന്നുള്ള രീതിയിലായിരുന്നു ഈ കേസ് വന്നുകൊണ്ടിരുന്നത്. അതിനോടനുബന്ധിയായിട്ടാണ് ഇതിൽ ഗൂഢാലോചന നടക്കുകയും ചെയ്തു, അവർക്ക് പണം നൽകുകയും ചെയ്തു എന്ന കാര്യത്തിലാണ് ദിലീപ് ഈ കേസിൽ പ്രതി ചേർക്കുന്നത്. 8-ാം പ്രതിയായിട്ട് ദിലീപിന് കേസിൽ പ്രതി ചേർക്കപ്പെടുന്നത്. പിന്നീട് അനുബന്ധ കുറ്റപത്രം ഉണ്ടാകുകയും ഇതിൽ ഉദ്യോഗസ്ഥരെ അടക്കം അപായപ്പെടുത്താൻ ശ്രമിച്ചുവെന്ന ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലിലാണ് പിന്നീട് കേസ് അന്വേഷിച്ച അനുബന്ധ കുറ്റപത്രം ഉണ്ടാകുകയും ദിലീപിന്റെ സുഹൃത്ത് ശരത്തിനെ ഈ കേസിൽ പ്രതി ചേർക്കുകയും 10-ാം പ്രതിയായി ചേർക്കുകയും ചെയ്തു. എന്നാൽ ഇതൊന്നും തെളിയിക്കപ്പെടാനായിട്ട് സാധിച്ചിട്ടില്ല എന്നതാണ് ദിലീപ് അടക്കമുള്ള പ്രതികളെ അവരെ വെറുതെ വിടുന്നതിലൂടെ ബോധ്യമാകുന്നത്. ഏതായാലും പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി ഹണി എം വർഗീസിന്റേതാണ് വിധി പ്രസ്താവം. ഇതിൽ അപ്പീൽ പോകുമെന്ന് നിലവിൽ നിയമമന്ത്രി പി രാജീവ് അറിയിച്ചിട്ടുണ്ട്. അതിജീവിതയ്ക്ക് നീതി ലഭിക്കേണ്ടതുണ്ട്, അവർക്കത് ഉറപ്പാക്കേണ്ടതുണ്ട്. സർക്കാർ അതിജീവിതയ്ക്കൊപ്പമാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ അതിജീവിതയ്ക്ക് ഒപ്പം മുന്നോട്ട് പോകും. അതുകൊണ്ട് അപ്പീൽ നൽകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. പ്രോസിക്യൂഷനും ഇത് വ്യക്തമാക്കിയിട്ടുണ്ടാകും. അതാണ് ഡാനിയും, ഈ കേസ് നമുക്കറിയാം, നമ്മൾ എത്രയോ വർഷങ്ങളായി കേസിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഈ കേസ് ഏറ്റവും പ്രസക്തമായത് ഇത്തരത്തിൽ റേപ്പിന് വേണ്ടി ഒരു കൊട്ടേഷൻ നൽകുക എന്നുള്ളത് തന്നെ വളരെ റെയർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിൽ ഒരു നടൻ പ്രതിഭാഗത്തേക്ക് വരുന്നു, ആരോപണ വിധേയനാകുന്നു. അതേസമയം അതിജീവിത എന്ന് പറയുന്ന ഇര എന്ന് നമ്മൾ പറയുന്ന ആ പെൺകുട്ടി, അതും സിനിമാ മേഖലയിൽ ഉള്ള ആൾ തന്നെ ആകുമ്പോൾ ഈ കേസ് അത്രത്തോളം പോപ്പുലറായി മാറുന്നു. അതിനുശേഷം വർഷങ്ങൾ കടന്നു പോകുന്നു. തെളിവ് ഇപ്പോൾ ഈ ഗൂഢാലോചനയ്ക്ക് തെളിവില്ല എന്ന് പറയുമ്പോഴും പല സമയത്തും പല ആളുകൾ ഈ കേസിൽ കൂറുമാറിയത് നമുക്കറിയാം. അതൊക്കെ ഈ കേസിൽ വളരെ പ്രധാനപ്പെട്ടതായിരുന്നു എന്നിപ്പോൾ വ്യക്തമാകുന്നു, അല്ലേ? തീർച്ചയായും അതാണ് നിരീക്ഷണം. കാരണം 28ഓളം പേരാണ് ഈ സാക്ഷികളിൽ നിന്ന് കൂറുമാറിയത്. അതും വളരെ നിർണായകമായിരുന്നു. ഈ സാക്ഷിമൊഴികൾ കേസിന്റെ തുടക്കത്തിൽ അത് വളരെ വൈറ്റലായ സാക്ഷിമൊഴികൾ തന്നെയായിരുന്നു കേസിൽ ഉണ്ടായിരുന്നത്. അവരെല്ലാവരും തന്നെ ദിലീപിന്റെ അടുത്ത സുഹൃത്തുക്കളും ദിലീപിന്റെ ബന്ധുക്കളും ഒക്കെ തന്നെയായിരുന്നു പലരും ഉണ്ടായിരുന്നത്. അവരെല്ലാവരും തന്നെയാണ് ഈ കേസിൽ കൂറുമാറ്റം അടക്കമുള്ള കാര്യങ്ങൾ നടത്തിയത്. പിന്നീട് ഈ കേസിൽ വിചാരണ വേളയിലേക്ക് വരുമ്പോൾ ഇവർ യാതൊരു രീതിയിലും ഈ കേസുമായി ബന്ധപ്പെട്ടില്ല എന്ന രീതിയിൽ തന്നെയാണ് പറയുന്നത്. ഇപ്പോൾ ദിലീപിന്റെ ഇപ്പോഴത്തെ ഭാര്യയായ കാവ്യ മാധവൻ തന്നെ ഇത് ആദ്യഘട്ടത്തിൽ മൊഴി നൽകിയിരുന്നത്. റിഹേഴ്സൽ വേദിയിൽ വെച്ച് ആക്രമിക്കപ്പെട്ട നടി ഒരു ഫോട്ടോ എടുത്ത് മഞ്ജുവിന് അയച്ചു കൊടുത്തു എന്ന് പോലീസിന് മൊഴി നൽകിയിരുന്നു. എന്നാൽ ആ മൊഴി പിന്നീട് അവർ നിഷേധിക്കുകയായിരുന്നു. അമ്മ സെക്രട്ടറി ആയിരുന്ന ഇടവേള ബാബു ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യം പറഞ്ഞിരുന്നത് ദിലീപ് ഇടപെട്ട അവസരങ്ങൾ നഷ്ടപ്പെടുത്തിയെന്ന് ആക്രമിക്കപ്പെട്ട നടി പരാതി പറഞ്ഞതായിട്ട് പോലീസിനോട് ആദ്യഘട്ടത്തിൽ മൊഴി നൽകിയിരുന്നതാണ്. ഇത് നിഷേധിക്കപ്പെട്ടിരുന്നു. അതോടൊപ്പമാണ്
ബിന്ദു പണിക്കർ, ഭാമ തുടങ്ങിയവരെല്ലാവരും ഇതേപോലെ ഈ ഒരു അവർ തമ്മിലുള്ള ഒരു വഴക്ക് വ്യക്തമാക്കുന്ന രീതിയിലുള്ള മൊഴികൾ നൽകിയിരുന്നെങ്കിലും പിന്നീട് ഇതെല്ലാം തന്നെയും അവർ നിരാകരിക്കപ്പെടുകയായിരുന്നു. അവരുടെ മൊഴി ഇതല്ല, അവർ നൽകിയതല്ല എന്ന രീതിയിലും ആ ഒരു രീതിയിലല്ല മൊഴി നൽകിയതെന്ന് അവർ കോടതിയിൽ പറയുകയാണ്. അങ്ങനെ 28ഓളം പേരാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മൊഴി നൽകുകയും അതോട് പിന്നീട് തിരുത്തുകയും എല്ലാം തന്നെ ചെയ്തു. അപ്പോൾ ദിലീപിന്റെ ഒരു സുശക്തമായ ഒരു ഇടപെടൽ ഇതിലുണ്ടായിരുന്നു എന്ന ആക്ഷേപങ്ങളായിരുന്നു തുടക്കം മുതൽ തന്നെ അതിൽ ഉന്നയിക്കപ്പെട്ടിരുന്നത്. വലിയ രീതിയിലുള്ള ഇടപെടൽ ഈ കേസിൽ പല ഭാഗങ്ങളിലായിട്ട് തന്നെ നടന്നിരുന്നു എന്ന വിമർശനം ഉയർന്നിരുന്നു. പ്രത്യേകിച്ച് ഈ നടിക്ക് ഈ അതിജീവിതയ്ക്ക് അവർ പറഞ്ഞിരുന്നത് ഇവരുടെ തെളിവുകൾ പോലും, ഇവരുടെ ഈ ദൃശ്യങ്ങൾ അടങ്ങിയ ആ മെമ്മറി കാർഡ് പോലും അതുപോലും കോടതിയിൽ പോലും സുരക്ഷിതമായിരുന്നില്ല എന്ന് പറഞ്ഞിരുന്നു. അതിന്റെ ഹാഷ് വാല്യൂ അടക്കം പലതവണ അത് മാറിയതായി കാണുകയും പിന്നീട് അത് പരാതിയായി കോടതിക്ക് മുന്നിലേക്ക് എത്തുകയും കോടതി തന്നെ ഇതിൽ ഒരു വേള ആശ്ചര്യപ്പെടുകയും ചെയ്തു. ഇതെങ്ങനെ സംഭവിക്കുന്നു എന്നെല്ലാം ചോദിക്കുന്ന രീതിയിലേക്ക് ആകുന്നു. അങ്ങനെ ഈ കോടതിക്ക് മുന്നിലുള്ള തെളിവുകൾ പോലും ചോദ്യം ചെയ്യപ്പെടും, അതൊരു സുരക്ഷിതമല്ല എന്ന് പറയുന്ന സ്ഥിതിയിലേക്ക് അടക്കം എത്തുകയും ചെയ്യുന്നു. അത്ര കണ്ട വലിയ ഇടപെടൽ നടന്നുവെന്നാണ് ഇതിൽ ആക്ഷേപിക്കപ്പെടുകയും ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ ഒരു കേസിന്റെ വിധി പ്രസ്താവത്തിലേക്ക് അടക്കം വരുമ്പോൾ 1 മുതൽ 6 വരെ പ്രതികൾ മാത്രമാണ് കുറ്റക്കാരെന്ന് പറയുമ്പോൾ ഇതിലൊരു ചോദ്യം ബാക്കിയാവുന്ന ചോദ്യം. കാരണം ഇതിലൊരു ഗൂഢാലോചന തുടക്കം മുതൽ പറഞ്ഞത്, ആ ഗൂഢാലോചന തന്നെയാണ് പൂർണ്ണമായും ഇല്ലാതിരിക്കുന്നത്. ആ ഒരു ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യം ഇപ്പോഴും സാധാരണ ജനങ്ങൾക്ക് പോലും ഈ കേസിനെ കുറിച്ച് വ്യക്തമായ ധാരണ